നമസ്കാരം. ഇന്ന് നമ്മളൊരു ഖുതുബ, അതായത് വെള്ളിയാഴ്ച പ്രഭാഷണം, അതാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക പുതുവർഷം, പിന്നെ മുഹറം മാസം, അതുമായി ബന്ധപ്പെട്ട് വന്നൊരു പ്രഭാഷണമാണ്. അതെ, ഇതിലെ പ്രധാന വിഷയം ഹിജ്റയാണ്. ഹിജ്റ. നമ്മൾ സാധാരണ പലായനം എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രഭാഷണം ആ ഒരു ധാരണയെക്കുറിച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ശരിയാണ്. കേവലമൊരു നാട് വിട്ടുള്ള ഓട്ടമല്ല ഹിജ്റ എന്നൊരു ശക്തമായ വാദമാണിതിലുള്ളത്. കാരണം ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപേക്ഷിക്കുക എന്നാണല്ലോ. ഉപേക്ഷിക്കുക. അതെ, അള്ളാഹുവിനു വേണ്ടി ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ, അത് ചിലപ്പോൾ നാടാവാം, വീടാവാം, സമ്പത്താവാം, അല്ലെങ്കിൽ ബന്ധങ്ങളാവാം, അതൊക്കെ ഉപേക്ഷിക്കുന്നതിലെ ഒരു ആത്മീയ തലം, ഒരു ആശയപരമായ തലം, അതിനാണിവിടെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോ ശത്രുവിനെ പേടിച്ചുള്ളൊരു ഓട്ടം എന്നതിനേക്കാൾ അതിനേക്കാൾ ഉപരി ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അതാണ് ഹിജ്റ. ഈ ഒരു ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ പ്രഭാഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മാത്രമല്ലല്ലോ പറയുന്നത്. അല്ല, അതാണ് ശ്രദ്ധേയം. മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഈയൊരു ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ ആ ഒരു യാത്ര നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഉദാഹരണത്തിന് ഇബ്രാഹിം നബിയാ, അദ്ദേഹം സ്വന്തം നാടായ ഇറാഖിൽ നിന്ന് ഇറങ്ങി. എന്തിനാ? അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ. അങ്ങനെ ഫലസ്തീനിലേക്കും ജോർഡാനിലേക്കും അറേബ്യയുടെ പല ഭാഗങ്ങളിലേക്കും പോയി. അതൊരു ഹിജ്റയാണ്. അവിടെ സ്വന്തം സുരക്ഷയല്ല പ്രധാനം, മറിച്ച് ആ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റിയൊരിടം, അത് തേടലായിരുന്നു. അതുപോലെ വേറെയും ഉദാഹരണങ്ങൾ? ഓ തീർച്ചയായും. മൂസാ നബിയാ, ജനിച്ചയുടനെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി. അതും ഒരുതരം നിർബന്ധിത ഹിജ്റയാണ്. പിന്നീട് ഈജിപ്തിൽ നിന്നും മദീനയിലേക്കും ഫലസ്തീനിലേക്കും പോയതും. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. യൂസുഫ് നബിയുടെ കാര്യവും ഓർക്കാം. സഹോദരന്മാർ കിണറ്റിലിട്ടതും. അതെ, മറ്റൊരു നാട്ടിൽ പോയി അവിടെ വളർന്ന ഒരു ഭരണാധികാരിയായി. ഇതൊക്കെ ഹിജ്റയുടെ വിശാലമായ അർത്ഥത്തിൽ വരും. അപ്പോ ഈ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഹിജ്റ പോയതെന്നൊരു പൊതുവായ ധാരണയുണ്ടല്ലോ. അതിനെ ഈ പ്രഭാഷണം എങ്ങനെയാ കാണുന്നത്? കാരണം നമുക്കറിയാം, ആദ്യകാലത്ത് ഒരുപാട് പേര് കഠിനമായ പീഡനം സഹിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പീഡനം മാത്രമാണ് കാരണമെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, സുമയ്യ റളിയല്ലാഹു അൻഹ, ബിലാൽ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള സാധാരണക്കാർ, അവരാവെങ്കിയിരുന്നില്ലേ ആദ്യം പോകേണ്ടത്? ശരിയാണ്. എന്നാൽ അങ്ങനെയല്ല കാണുന്നത്. ഇസ്ലാമിലെ ആദ്യത്തെ ഒരു സംഘടിത ഹിജ്റ, അത് മദീനയിലേക്ക് പോലുമല്ല, അബ്സീനിയയിലേക്കാണ്. ഓഹോ, അബ്സീനിയയിലേക്ക്. അതെ, അങ്ങോട്ട് പോയവരെ നോക്കൂ. അവരിൽ പലരും ഖുറേഷികൾക്ക് പോലും ബഹുമാനമുള്ളവരാണ്. നല്ല കുടുംബത്തിൽപ്പെട്ടവർ, സമ്പന്നർ, ശക്തർ. ഇപ്പോ ജാഫർ ബിൻ അബി താലിബ് പ്രവാചകന്റെ അടുത്ത ബന്ധുവാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പിന്നീട് ഖലീഫയായ ആളാണ്. അന്വേഷിച്ചു പോയതാണ്. അതൊരു ബോധപൂർവമായ ശ്രമമായിരുന്നു. മനസ്സിലായി. അപ്പോ ഇസ്ലാമിക പ്രബോധനത്തിന് പല ലക്ഷ്യങ്ങളുണ്ടെന്നും ഈ ഖുത്ബയിൽ പറയുന്നുണ്ടല്ലോ. ഒരു വ്യക്തിയെ നല്ലവനാക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത്. ഇല്ല, 3 തലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നല്ല വ്യക്തികളെ ഉണ്ടാക്കുക, ഇൻസാൻ സ്വാലിഹ് എന്ന് പറയും. അത് മക്കയിൽ നടന്നു. ശരി. 2, ഈ നല്ല വ്യക്തികൾ ചേർന്ന് ഇസ്ലാമിക ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹം, ഒരു രാഷ്ട്ര സംവിധാനം കെട്ടിപ്പടുക്കുക. 3, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നല്ല നാഗരികത, ഒരു സംസ്കാരം വളർത്തുക. ബിനാഉൽ മദീനത്തു സ്വാലിഹ്. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ മക്കയിലെ അപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ലായിരുന്നു. അവിടെ അതിനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. അവിടെ ചെന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്നത്. പലിശയില്ലാത്ത സാമ്പത്തിക ക്രമം, മദ്യമില്ലാത്ത സമൂഹം, നീതി ഉറപ്പാക്കുന്ന നിയമങ്ങൾ, അങ്ങനെ. അപ്പൊ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു ഭരണകൂടത്തിന്റെ, ഒരു സിസ്റ്റത്തിന്റെ പിൻബലം വേണമെന്നത്. അതെ, അത് ആവശ്യമാണെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഒരു അധികാര ഘടന വേണമെന്ന്. ശരി. അപ്പോൾ ഈ ചരിത്രപരമായ ഹിജ്റകളൊരു ഭാഗത്ത്, മറ്റൊന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ഹിജ്റയെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ? അതാണ് എനിക്ക് കൂടുതൽ ചിന്തിപ്പിച്ച ഒരു ഭാഗം. തീർച്ചയായും, അതാണ് വ്യക്തിപരമായ ഹിജ്റ, നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടത്. എന്നുവെച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുക. അതേസമയം അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക. ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ്. ഉദാഹരണങ്ങൾ വല്ലതും?
ഓ പറയുന്നുണ്ട്. സുഹൈബൽ റൂമി റളിയല്ലാഹു എന്ന സഹാബിയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഹിജ്റ പോകുമ്പോൾ മക്കയിലെ ശത്രുക്കൾ തടഞ്ഞു. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും അവർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ദീനിനു വേണ്ടി മദീനയിലേക്ക് പോയത്. അതൊരു വലിയ ഉപേക്ഷിക്കലാണ്. ശരിയാണ്. സമ്പാദ്യം മുഴുവൻ. അതുപോലെ നുണ പറയരുത് എന്ന ഒരൊറ്റ ഉപദേശം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ മറ്റ് തിന്മകളിൽ നിന്നെല്ലാം മാറിപ്പോയ ഒരാളുടെ കഥയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ അപ്പോ ചുരുക്കത്തില് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങള്, താൽപ്പര്യങ്ങള്, ശീലങ്ങള് അതിനെയൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുക. അതാണ് ഈ വ്യക്തിപരമായ ഹിജ്റ. അപ്പോൾ ഈ ഖുത്ബയുടെ ഒരു പ്രധാന സന്ദേശം ഹിജ്റ എന്നത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒന്നല്ല, അല്ലേയല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇന്നും എന്നും പ്രസക്തമായ, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക യാത്ര കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾ, മൂല്യങ്ങൾ അത് പൂർണ്ണമായി ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം തേടുക, അതും ഹിജ്റയാണ്. അതോടൊപ്പം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിരന്തരം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക, അതും ഹിജ്റയുടെ ഭാഗമാണ്. അതാണ് അതിൻ്റെ ഒരു കാതൽ. വളരെ നല്ലൊരു ചിന്തയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ആലോചിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഹിജ്റ പോകേണ്ട, അതായത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാവാമെന്ന്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്താം. തീർച്ചയായും. അടുത്ത തവണ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.